എറണാകുളം കലൂരിലെ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കസേരയിൽ ഇരുന്ന ഉമാ തോമസിനോട് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ സംഘാടകർ ഒരാൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതാ വീഴുന്ന ദൃശ്യങ്ങൾ വളരെ കാണുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ദൃശ്യങ്ങൾ. കാരണം വളരെ പതുക്കെയാണ് കയറി ചെല്ലുന്നതും ശ്രദ്ധയോടെയാണ് ഉമാ തോമസ് അങ്ങോട്ടേക്ക് വേദിയിലേക്ക് എത്തുന്നതും. പക്ഷേ അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ മുൻനിരയിലെ കസേര അതിന് ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ അഥവാ ഒന്ന് കാല് തെറ്റിയാൽ ഒന്ന് പിടിക്കാൻ പോലും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. സമീപത്ത് നിന്നിരുന്ന മറ്റൊരു സ്ത്രീ മറികടന്ന് പോകുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നടക്കാനിടമില്ലാത്ത വിധമാണ് വേദി ഒരുക്കിയതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് അവിടെ എന്താണ് സംഭവിച്ചത്, കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ പറയുകയാണ്. ഇതുവരെ നമുക്ക് ലഭിച്ചിരുന്നത് ഉമാ തോമസ് വീണതിന് ശേഷമുള്ള ദൃശ്യങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വേദിയിൽ അന്ന് എന്താണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന അപകടത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഉമാ തോമസ് ആദ്യം വന്ന് അവർ ഒരു ചെയറിലിരിക്കുന്നുണ്ട്. അതിനുശേഷം അവരോട് അങ്ങോട്ടേക്ക് മാറിയിരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. ആ മാറുന്നതിനിടെ ഒരു സ്ത്രീയെ മറികടന്ന് പോകുന്നതിനിടെയാണ് ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണിരിക്കുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, അപകടത്തിന്റെ ദൃശ്യം പുറത്തു വരുമ്പോൾ വ്യക്തമാണ് ആ സ്റ്റേജ് നിർമ്മിച്ചതിലെയും ആ സംഘാടനത്തിലെയും പാകപ്പിഴ. അശ്വതി, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവ് വേണ്ട. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാവുകയാണ്. കാരണം സംഘാടനത്തിൽ എന്ത് വീഴ്ചയുണ്ടായി, എന്താണ് അവിടെ സ്റ്റേജ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതെല്ലാം തന്നെ ആ പരാതികൾ ഉയർന്നിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. അത് നേരത്തെ അവർ പറഞ്ഞിരുന്നത് അത് അവിടെ ഒരു വരി കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നടന്നു പോകാൻ അതിന് സാധിക്കുമായിരുന്നു എന്നതെല്ലാം തന്നെ പല വാദങ്ങളും അവർ ഉന്നയിച്ചിരുന്നു. അപ്പോഴെല്ലാം തന്നെ നമ്മൾ ദൃശ്യമാധ്യമ പ്രവർത്തകരടക്കം ഇതിൽ ആദ്യം വന്ന ആ വിഷ്വൽസ് അടക്കം വെച്ച് പറഞ്ഞിരുന്നു, ഉദാഹരിച്ചിരുന്നു. അതിൽ ഒരാൾക്ക് നടക്കാനുള്ള വീതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും അതിനെയും ഖണ്ഡിക്കാൻ പല ശ്രമങ്ങളും സംഘാടകരെയോ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന ഒരു കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന ഒരു കാര്യമേ അതിൽ ആ മുൻവരിയിലെ കസേരയ്ക്ക് ഇപ്പുറം ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അതിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിലിരിക്കാൻ ശ്രമിച്ച കസേരയ്ക്ക് അപ്പുറത്തേക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അവരെ അങ്ങോട്ട് നീങ്ങുമ്പോഴാണ് അവിടെ നിന്ന് കാല് വഴുതി വീഴുന്നത്. അതിനൊപ്പം തന്നെ അവിടെ ഒരു ബാരിക്കേഡ് എന്ന് പറയുന്ന ചെറിയ സംവിധാനം ഉണ്ടായിരുന്ന ഒരു ക്യൂ മാനേജർ, അത് മുഴുവനായിട്ട് തന്നെ അവർ ഉമാ തോമസിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു ദൃശ്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇതിനപ്പുറം ഈ സംഘാടകരിൽ അവരെ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു എന്നതിനേക്ക് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നോട്ടം മാത്രമായിട്ട് അത് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് മുഴുവനായിട്ട് തന്നെയും ഒരു സംഘാടകരുടെ വീഴ്ചയിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത്. എന്താണ് സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. ഇതിൽ സ്റ്റേജ് നിർമ്മാണത്തിൽ അടക്കം വീഴ്ച ഉണ്ടായിരുന്നു. സ്റ്റേജ് നിർമ്മാണം മാത്രമല്ല, സ്റ്റേജ് അവരോട് നിർമ്മിച്ച് നൽകാൻ പറയുമ്പോൾ അതിനകത്തെ എന്തെല്ലാം സംവിധാനങ്ങൾ വേണം, ആരൊക്കെ എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലൊരു അവിടെ നടക്കാനുള്ള വീതിയും കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും സംഘാടകരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവരുള്ള ഒരു വേദി കൂടിയാണ്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതാണ്. അതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കേസിൽ സംഘാടകരുടെ കൃത്യമായ അവരുടെ ഒരു കുറ്റകൃത്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അവർക്ക് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അവർ സംഘാടകരടക്കം ആ വേദിയിലുണ്ട്. അവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് മാറിയിരിക്കാനും കാര്യങ്ങളും.